ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിന്റെ പാർട്ട് 4 ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞമ്മയാണ് പരത്തി തരുന്നത്, ഞാൻ ചുട്ടെടുക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലെയും കുറെ കഥകളൊക്കെ ഞാൻ കുഞ്ഞമ്മയെടുത്ത് പറയുകയാണ്, നമ്മൾ എൻജോയ് ചെയ്ത് ഉണ്ടാക്കുവാണ് കേട്ടോ. ഏട്ടാ എന്റെ ഇടയിൽ കൂടെ ഒക്കെ വന്ന് വീഡിയോ എടുക്കുവാണ്. അപ്പം എന്തുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു ഹാപ്പി ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് തുടങ്ങുവാണ് കേട്ടോ. അങ്ങനെ താണ്ട് ഏട്ടൻ രാവിലെ ചപ്പാത്തിയും കിഴങ്ങേറിയും കൊടുത്തു. അപ്പൊ ഏട്ടൻ കഴിക്കുവാണ്. അതാണ്ട് ഇത് കുഞ്ഞമ്മയുടെ അമ്മയാണ് കേട്ടോ. അപ്പൊ എന്നും രാവിലെ കുഞ്ഞമ്മയുടെ അമ്മ വരാറുണ്ട് കുഞ്ഞമ്മയെ കാണാനായിട്ട്. കുഞ്ഞമ്മയുടെ ഏറ്റവും മൂത്ത സഹോദരന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് തൊണ്ടയിൽ ചെറിയൊരു കിച്ച് ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ സെറ്റാക്കി നമ്മളെല്ലാവരും കൂടി താഴെ ഒരു പരമ്പ് വിരിച്ചിട്ട് അവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പൊ അച്ചുവിന് നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡൊക്കെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ വെച്ചുണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ അവര് കഴിച്ചിട്ട് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അമ്മുവും അനുവും പപ്പയും ജോലിക്ക് പോയി കേട്ടോ. അവരിനി വൈകിട്ടേ എത്തത്തുള്ളൂ സ്കൂളിൽ പോയിട്ട്. അമ്മ സ്കൂൾ ടീച്ചറാണ്. അപ്പം അവള് ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എത്തും. ഇന്ന് ഡാൻസ് ക്ലാസ്സിന് പോകുന്നത്, അവൾ ഡാൻസ് ടീച്ചറും കൂടിയാണ്. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മളിനി ഉച്ച കഴിഞ്ഞത്തേക്ക് നമ്മളൊരു കറക്കമാണ് കേട്ടോ. അതുകൊണ്ട് അമ്മ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവളും കൂടാണ് ദിശോട്ട് ഓട്ടം തന്നെ കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞമ്മയുടെ വീടിന് ആ ഒരു വഴിയാണിത്. അങ്ങനെ ഇതാണ് എൻ്റെ നാത്തൂൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നമ്മൾ വണ്ടിയിൽ പോവാണ് കേട്ടോ. നമ്മൾ സിറ്റിയിലോട്ടാണ് പോണത്. നമുക്ക് ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇവിടുത്തെ ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ പോകുന്നത്. ഈ സ്ട്രീറ്റിന്റെ പേര് ഞാൻ മറന്നുപോയി. അത്യാവശ്യം നല്ല അടിപൊളി ഫേമസ് ആണ് കേട്ടോ ബാംഗ്ലൂരുള്ള. നമ്മൾ സാധനങ്ങളൊക്കെ നല്ല ചീപ്പ് റേറ്റിന് വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്ട്രീറ്റ് ആണ്. അപ്പം നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അത് അങ്ങോട്ട് നടന്നാണ് പോയത് കേട്ടോ. കാരണം നമുക്ക് വണ്ടിയും കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ നാട്ടിലുള്ള ജ്വല്ലറികളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ള. അപ്പോൾ നമ്മുടെ അനു ഉണ്ടായിരുന്നു കേട്ടോ. 2 പേരും ഉണ്ടായിരുന്നു. അവളെ വഴിയിൽ നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ്. അങ്ങനെ നമ്മൾ ദാണ്ടെ സ്ട്രീറ്റിന്റെ തുടക്കത്തിലായി. അങ്ങനെ ഓരോ കടകൾ നോക്കി ഇങ്ങനെ പോവാണ് കേട്ടോ. അച്ചു ആണെങ്കിൽ ദക്ഷൂട്ടിനെ ഏറ്റെടുത്ത് കേട്ടോ. കാരണം അവർക്ക് 3 പേർക്കും ദക്ഷുവിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ദക്ഷു ഭയങ്കര കുറുമ്പാണ് കേട്ടോ. അവനാണെങ്കിൽ അവരെ ഇട്ടങ്ങ് ബുദ്ധിമുട്ടിക്കുവാണ്. പിന്നെ അവനെ മൈൻഡ് ചെയ്തിട്ടില്ല ദക്ഷുവിനെ കേട്ടോ. ഞാനും ഏട്ടനും ഡ്രസ്സ് വാങ്ങിക്കുന്ന തിരക്കിലും ചവറ് സാധനങ്ങൾ വാങ്ങിക്കാനും ഇതിനുമൊക്കെ നോട്ടമായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡായി എന്ത് വാങ്ങുന്നത്. എല്ലാം നല്ല സൂപ്പർ സാധനങ്ങളും പിന്നെ വെച്ചാൽ എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വിലദേശം വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് കേട്ടോ. പിന്നെ കുഞ്ഞമ്മ നമ്മളെ കൂടെ ഉള്ളത് കൊണ്ട് കുഞ്ഞമ്മ തന്നെ നമുക്ക് അതെല്ലാം നല്ല അത്യാവശ്യം റേറ്റ് കുറച്ചാൽ അവർ ബാർഗെയിനിങ് ചെയ്ത് തന്നെ നമുക്ക് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ബാംഗ്ലൂരിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളും. നിങ്ങൾ ഉറപ്പായിട്ട് ബാംഗ്ലൂർ വന്നാൽ ഈ സ്ട്രീറ്റിൽ വരണം. ഈ സ്ട്രീറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. മജിസ്ട്രേറ്റോ അങ്ങനെ എന്തോ ആണ് അവിടെ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണ്. ഓക്കെ എൻ്റെ അടുത്തിരിക്കും കേട്ടോ. അങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണിത്. അപ്പം നിങ്ങൾ ബാംഗ്ലൂർ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് കടയിൽ കയറി ഫസ്റ്റ് കേട്ടോ. പക്ഷേ ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നല്ല റേറ്റ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്ത് നിന്ന് കേട്ടോ. പിന്നെ പുറമെ ഇവിടുന്ന് വാങ്ങിക്കണ്ട, തൊട്ടടുത്ത് തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ വേറെ കടകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ചെരുപ്പ് നമ്മൾ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ അടുത്തടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ വഴിയോരത്തെ എല്ലാ കടകളും കാര്യങ്ങളാണ്. അതിൻ്റെ ഭംഗിയും അവിടെയുള്ള സാധനങ്ങളും എല്ലാം നോക്കി നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ, ഏട്ടൻ്റെ കയ്യിലെ കാശ് മൊത്തം പൊട്ടിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ പെൺപിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പെങ്കൊച്ചങ്ങൾ കുടുക്കോള് മേടിക്കായിരുന്നു കേട്ടോ. ഈ ചെറുക്കന്മാർക്ക് എന്തൊരു വാങ്ങിക്കാൻ കാരണമെന്ന് വെച്ചാൽ ഒരു പാൻറ്റ്, ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ടീഷർട്ട്, ഇത് തന്നെയല്ലേ വാങ്ങിക്കേണ്ട, വേറെ ഒന്നുമില്ല. പക്ഷെ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി മോഡലിലൊക്കെ ആണെങ്കിൽ എന്തൊക്കെ മോഡൽ ഡ്രസ്സുകളാണെന്ന് അറിയാമോ. സത്യം പറഞ്ഞത് പെൺകുട്ടിയുടെ വേറെ നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തായാലും ഞാനും വിഷ്ണു കുഞ്ഞമ്മയും കൂടെ അവസാനം വേറൊരു കടയിൽ കയറടി. ഇവിടെയൊക്കെ ആകുമ്പോൾ നല്ല ഷോർട്ട് ടോപ്പൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അപ്പം എനിക്ക് ഇവിടെ നിന്ന് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ നല്ല കണക്ക് നോക്കുവാണ്. നല്ല ഉണ്ടോ എന്നുള്ളത് ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ തിരഞ്ഞ് പിടിച്ചൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വഴി വെച്ചിട്ട് കൊച്ചിനൊക്കെ കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് അതിനെ ഇഷ്ടപ്പെട്ട്. കാരണം നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ അമ്മൂമ്മയായിട്ട് വഴിയിൽ അവരുടെ വീട് അതിനടുത്ത് തന്നെയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഓക്കിങ്ങിനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ദക്ഷ ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എന്ത് ക്യൂട്ടായിട്ടാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതിനെ കൊടുത്തു കേട്ടോ. കാരണം എനിക്ക് നല്ല അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുക്കുവാണ് കേട്ടോ. കാരണം എനിക്ക് ഈ പൊടി പിള്ളേരെ കണ്ടാൽ ഭയങ്കര നുള്ളി എന്ന് എടുക്കാനായിട്ട് തോന്നി കേട്ടോ. പക്ഷെ സൂപ്പറായിരുന്നു.
ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കിയൊക്കെ ഞങ്ങൾ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ പാട്ടുകളൊക്കെ തൊട്ട് പുറത്തെയൊക്കെ വരുന്നുണ്ട്.